മുതലാളി എങ്ങോട്ടാ പോണേ? ഞാൻ ടൗണിലേക്കടാ, ഇച്ചിരി കാറ് നോക്കണം. അല്ലേലും നിങ്ങളെ പോലുള്ള മുതലാളിമാരൊക്കെ കാറൊക്കെ എന്നോ വാങ്ങണ്ടാണ്. അല്ല മുതലാളി, അതിനൊക്കെ എന്താ ടൗണിലേക്ക് പോണേ? നമ്മളിവിടെ അല്ലേ? അതൊക്കെ ഇങ്ങളെ പറ്റിക്കാൻ വെച്ചതല്ലേ. എടുക്കുമ്പോ നല്ലൊരു കാറിന് എടുക്കണ്ടേ, എന്നാലല്ലേ ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ആഹാ, അത് ശരിയാ. അല്ലടോ, ഈ പേടമായിട്ട് പോയാൽ കരിന്റെ വെക്കാൻ കിട്ടും. എനിക്ക് അതിന് വലിയ ആഗ്രഹമൊന്നുമില്ലക്കാ, ജീവിച്ചു പോണെന്നേ ഉള്ളൂ. ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, പൈസയും വേണല്ലോ. എന്നാ ശരി, കുറച്ച് തിരക്കുണ്ട്. പെണ്ണുങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അയാളുണ്ടാവും. പുളിക്കടവ്, ബസ് സ്റ്റോപ്പ്, നിങ്ങളെല്ലാ സ്ഥലങ്ങളും പോയാലേ കോഴിയാണോന്നോ? പൂവൻ കോഴിയാ, പക്ഷെ കയറി കൊത്തൊന്നുമില്ല. ഒരു മനസമാധാനം, സന്തോഷം. അത്രേ. ഇങ്ങോട്ട് കളിക്കരുത്, മരപ്പറ്റിയേ. എടാ വാണത്തിനടി കിട്ടിയില്ലേ? അല്ലടോ, അവന്റെ വട്ട് ഇതുവരെ മാറിയില്ല. നിങ്ങളല്ലാതെ അവനെ ചൊറിയാൻ നിൽക്കോ? അവന്റെ ചേലും കോലും കണ്ടപ്പോ ഞാൻ കരുതിയൊക്കെ മാറിയിരിക്കും. അത് കഴിഞ്ഞ ആഴ്ച അവന്റെ താടി മുടിയൊക്കെ വെട്ടിച്ച് ആ ചെക്കന്മാരെ ചെയ്ത പണിയാ. അതെങ്ങനെ ശരിയാവാ? അത് ഓൾക്ക് ഓലതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഒക്കെ വേണ്ടേ? എന്നാ ഇനി നമ്മ കേസ് കൊടുക്കാം. എല്ലാം എന്താ വിടക്കണേ? എന്റെ പോത്തുകളുണ്ടാ കുളത്തിന്റെ അടുത്ത്. ഞങ്ങൾക്ക് അതിന്റെ കൂടെ കറന്നാ പോരേനോ? എന്നാ അവർക്ക് കമ്പനി ആയിരുന്നു. ആ കുളത്തിന്റെ അടുത്തല്ലേ നമ്മളെ രാവണിയാറെ വെള്ളരിക്കശിന്റെ അവിടെ. ഞാൻ അയാളോട് കിട്ടാൻ നിൽക്കണ്ട നിങ്ങൾക്ക്. പണ്ടാറടങ്ങാൻ വാങ്ങി കുടുങ്ങിപ്പോയല്ലോ റബ്ബേ. ലാഭം കിട്ടുന്ന പരിപാടിയാണെന്നും പറഞ്ഞിട്ടാണ് അതിനെ ഇറങ്ങി പുറപ്പെട്ട്. എവിടെ കൊണ്ടുപോയിട്ടാണ് അതിനെ കിട്ടുക? ഞാൻ ബൈക്ക് എടുക്കാ. നാളെ പോവാ. അല്ല മോനെ, വാണം വരുന്നുണ്ട്. മോനെ ഒരു ചായ. അടുപ്പില് വെള്ളം മാറുന്നേ. കൂട്ടാൻ നേരത്ത് ഓരോ വാണങ്ങൾ കയറി വരും. ഞാനേ കിഴക്കമ്മലയിൽ ഒരു 100 ഏക്കർ റബ്ബർ വാങ്ങിക്കുന്നു. റബ്ബർ കൊണ്ടൊന്നും വലിയ കാര്യമില്ലടോ. താങ്ങുവില എന്ന് പറഞ്ഞിട്ട് സർക്കാർ നമ്മളിട്ട് താങ്ങാണ്. റബ്ബർ വെട്ടി തെങ്ങ് വെച്ചാലോ കേറാൻ ആളെ കിട്ടൂല. തേങ്ങയും ഓലയൊക്കെ പെറുക്കി കൂട്ടി വെക്കണം, അതിന് ഭയങ്കര മെനക്കടാ. അതിപ്പം മെനക്കെടില്ലാത്ത കൃഷി ഏതാ ഉള്ളത് മൊയ്തീൻകാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. കഞ്ചാവ് നട്ടാ മതിയടോ. അതാരാ? ഈ ഒന്നും അറിയണ്ടോ, പൈസ പോരല്ലോ. എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോവാൻ. ഈ ആളുകൾക്ക് നിർദ്ദേശം ജയിലിൽ പോയ നാട്ടുകാർക്കെങ്കിലും കുറച്ച് സൗകര്യം കിട്ടല്ലോ. അല്ലാതെ പിന്നെ മനസ്സിലായില്ല, കഞ്ചാവാണത്. കഞ്ചാവ് ഇട്ടാതെ വട്ടാറല്ലേ? നല്ല ചങ്ങ, എന്തിനാ വെറുതെ? ഓനക്ക് സുഖമില്ല, നിങ്ങൾക്ക് അറിയില്ല. രമേശൻ ബാണത്തിൽ നല്ല താങ്ങാ താങ്ങി. അത് നല്ലതാ. അല്ലെങ്കിൽ മൂപ്പർക്ക് ആരോട് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല. മൂപ്പര് കരിപ്പൂരിറങ്ങി നേരെ ഇട്ടാ പോയാൽ അറിയെങ്കിൽ മഞ്ചേരിയിലേക്കാ. ചന്തയിൽ പോയി 2 പോത്തിലും വാങ്ങിട്ട് അങ്ങോട്ട് വന്നേ. പെണ്ണുങ്ങൾക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണായിട്ടൊന്നല്ല, 2 പോത്തിന് അങ്ങനെയാണെന്ന മൂപ്പര അഭിപ്രായം. ഞാൻ വിചാരിച്ചു പെരുന്നാളിന് റെഡിയാക്കാനാ. അവര് പുറക്കാരായിട്ട് വലിയ സോത്തിലല്ലാ തോത്തില്ലേ? അല്ലല്ല, അറബി അന്ന് ചൊട്ടി പുറത്താക്കിയതിന് ശേഷം പൊരിഞ്ഞ കച്ചറ പൊരയില്. അല്ല അതെന്തിനാ? അതെ, അറബിന്റെ വേലക്കാരി ഈ ഒരു ഡിങ്കോൾഫിന്റെ ആ അറബി പൊക്കി പിന്നെ പൊരലെന്നും പ്രശ്ന. ഹോസ്പിറ്റലിൽ ക്ലീനിങ് ആണോ കേട്ടത്? അത് ശരി. ഇന്നാലിനോ മൂപ്പര് പറഞ്ഞതേ ഹോസ്പിറ്റലിലെ സൂപ്പർവൈസറാന്നാ. ഞാനത് കിട്ടാനും പോയില്ല. എന്തേലും തള്ളന്റെ പത്രാസ്
നെയ്മില്ലാതെ ചോറ് ഇറങ്ങൂല, 25,000 കുറഞ്ഞ സാരി ഉടുക്കൂല. അല്ല വിളിക്കാതെ കല്യാണത്തിനൊക്കെ പോയോ? എടാ ഞാൻ ഷുഗറിന്റെ ഗുളിക കുടിക്കാൻ മറന്നുപോയി. അല്ലാന്ന് ഷുഗറിന്റെ ഗുളി കുടിക്കാൻ സർവത്തോ? സർബത്തിൽ സോഡി ഓറഞ്ച് ചേർത്ത് കുടിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് പറയാം, അടിപൊളിയായിട്ട്. ഈ വെറുതെ നടക്കുക. നിങ്ങളെ ഞാൻ കൊറേ കാലായി കാണാന്ന് വിചാരിച്ചിട്ട്. ഏതായാലും നമ്മൾ അവിടെ ഇരിക്കാം. എന്നാ അങ്ങോട്ട് ഇരിക്കാമോ? സ്ഥിരം ഇവിടെ തന്നെ ആണല്ലേ? അങ്ങനൊന്നുമില്ല. ഞാൻ ഗൾഫ് പോവാൻ നിൽക്കുക. പോവും അല്ലേടോ? പാട്ടൊക്കെ എപ്പോഴും ഉണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്റെ പാട്ട് തീരെ പോരട്ട. അല്ലാതെ നല്ല സ്പ്രേയാണല്ലോ. 120 ദിനാർ കൊടുത്ത് വാങ്ങിച്ചതാ ഊത്. ഇന്ന് ഊതാണല്ലോടോ, ഫ്രാന്റെ പേരാണ് ഊത്. എനിക്കിഷ്ടായ ാണോ? എന്താ ലുക്ക്, മമ്മൂട്ടിന്റെ അതേ സ്റ്റൈൽ അപ്പോഴും ആണോ? ആ പല്ലിന് ചെറിയൊരു വിടവും കൂടി ഉണ്ടെങ്കിൽ മമ്മൂട്ടിയാണെന്നേ പറയൂ. പിന്നെ ഒരു സർബത്ത് കുടിക്ക്, കുറച്ച് ബൂസ്റ്റ് കൂടെ അതിൽ കൂടെ കലക്കി കുടിക്കും. ഒന്ന് തടിയൊന്ന് ഉഷാറാട്ടെ. എന്റെ പാട്ട് നല്ല പാട്ടാണ്. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞാട്ടോ, ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി, അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം. ആണോ? മമ്മൂട്ടി അങ്ങനെ തന്നെ പറയും. അല്ല, കഥയത്തൊക്കെ നിർത്തിയോ? നിർത്താനോ? ഗൾഫിലാവുമ്പോ നേരം വിൽക്കണ വരെ ഇരുന്ന് ചെയ്തു. ഭൂമിയിലുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യിക്കല്ലേ? കല എന്താന്നറിയാത്ത കഴുതകളാണ്. എടുക്കാത്തതാ. എത്ര കഥകൾ എഴുതിക്കുന്നവരോ ഞാന്. നിങ്ങൾക്ക് സിനിമ ആക്കിയൂടെ? അതിനൊക്കെ കോടികൾ വേണ്ടടോ. മാത്രല്ല എനിക്ക് ആ മേഖലയായിട്ട് വലിയൊരു ബന്ധമില്ല. ശരി, എന്നാ വരി, ആ മേഖല ഞാൻ കാണിച്ചു തരാടാന്ന്. ചേച്ചി സർവത്തിന് നൈസാന്ന് തരാട്ടോ. അത് സാരല്ലാന്ന്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അല്ല, ഈ പറഞ്ഞ ആ ഷോർട്ട് ഫിലിം 2 മണിക്കൂറൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 4 മണിക്കൂർ ആക്കാം. അത് ശരി. പിന്നെ നാഗസ്ഥാൻ ആർക്കും കൊടുക്കരുത്. അങ്ങനെ ശരിയാ, പൈസ മുടക്കണം ഞാനല്ലേ? അല്ലേ, സംവിധായകന്മാരെ നായകനാക്കാന്ന് പറഞ്ഞിട്ട് ഓലോട് പൈസ വാങ്ങും. അത് വലിയൊരു പ്രശ്നാ. അത് നടക്കൂല. അങ്ങനെ ഏതെങ്കിലും സംവിധാനം കിട്ടിയിട്ട് കാര്യമില്ല മുനീറേ. നല്ല സംവിധാനം കിട്ടണം, എന്നാലേ പടം ഓടുള്ളൂ. അടിപൊളി സംവിധായകന്മാരുണ്ടല്ലോ, ഓന്റെ അടുത്ത് എല്ലാരും ഉണ്ടാവും. ഒന്നാന്തരം കഥയാണ് ഞാൻ എഴുതിണ്ടാക്കി. ആണോ? എന്നാ ഞമ്മക്കൊന്ന് കേക്കാലോ. ആരോടും പറയാൻ പറ്റില്ല എന്നാണ്. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഇത് ഒരു കടപ്പുറം കഥയാണത്. ഭർത്താവില്ലാത്ത ഒരു മുക്കോത്തിയും മകളുടെയും കഥ. അത് തകർക്കല്ലോ. മകളെ എടുത്തു വളർത്തി ഒരു എഞ്ചിനീയർ ആക്കാനാണ് മോഹം. പക്ഷെ അവൾ അമ്മയെ ധിക്കരിച്ച് സ്നേഹിതയുടെ മകനുമായിട്ട് പ്രണയത്തിലാകുന്നു. ഓഹോ. അങ്ങനെ അവർ കടപ്പുറത്തൂടെ സ്നേഹിച്ച് നടക്കുന്നു. ഉറ്റ സ്നേഹിതിയുമായിട്ട് തെറ്റുന്നു. ഈ പാട്ട് പാടാൻ നിൽക്കല്ലേ, ഇത് പറയുന്നത് കേക്ക്. എന്നിട്ട് പക്ഷെ മോളെ അമ്മക്ക് ആ പയ്യന് കെട്ടിച്ചു കൊടുക്കുന്നതിൽ തീരെ താല്പര്യമില്ല. ഇത് ലവ് സ്റ്റോറി ആണല്ലോ. ഇത് അടിപൊളി തന്നെട്ടോ. ഇത് പൊടിക്കൂ. അതന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, ഇതിന്റെ തിരക്കഥ ആരാ എഴുതിയേ? ഇത് തിരക്കഥ ഞാൻ എഴുതി ഒരു ഡയറക്ടറെ ഞാൻ വിളിച്ചു. ഫോൺ നമ്പർ തപ്പി പിടിച്ച് അവനോട് വിളിച്ചപ്പോ അവൻ പറഞ്ഞെന്താരോ, ഇത് കയ്യിൽ തന്നെ വെച്ചോളാന്. വിവരം വേണ്ടേ? ഏതെങ്കിലും പ്രൊഡ്യൂസർമാരെ കുത്തുപാൽ അടുപ്പിക്കാനായിട്ട് നടക്കുന്ന ടീമാ. അത് കോരപ്പോലെ ചൂണ്ടിട്ട് നടന്നവനാണ് ആ നായി. പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിനിമയിലെത്തിയാൽ എല്ലാവർക്കും ജാട ഉണ്ടാവും. സിനിമയിലെത്തിയിട്ട് വേണം എനിക്ക് 2-3 ജാട കാണിക്കാൻ. തുടങ്ങിയില്ല. എന്നെ ബഹുമാനിക്കാത്ത കുറച്ച് തെണ്ടികളുണ്ട് ഇവിടെ. ഓലെ മുമ്പിൽ എനിക്കൊന്ന് വരസണം. ഇനി നിങ്ങളെ സമയമാണ് മൈതുക്ക. നിങ്ങൾക്ക് വിഷമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ പറയുടെ മുനീറെ, അനക്ക് ഇതിലൊരു റോള് വേണ്ടി വരില്ലേ? അത് മാത്രം പോരാ,
നിങ്ങളെ പേരിന്റെ കൂടെ നമ്മളെ നാടിന്റെ പേരും കൂടി വേണോ, എന്നാൽ ഞമ്മക്ക് അഭിമാനിക്കാലോ. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ എന്നോ കണ്ടുവച്ചതാണ്. അത് ശരി, തിരക്കേടില്ലല്ലോ. അല്ല, എന്താ പേര്? മോദി തവളപ്പാറ. മോദിയോ? മൊയ്തീന്റെ ചുരുക്കപ്പേരാണത്. ഹാവ് എന്റെ പൊന്നോ, അടിപൊളി പേരാട്ടോ. ഇതാരട്ട്? ഗൾഫിൽ നിന്ന് എന്റെ സുഹൃത്തുക്കൾ വിളിക്കുന്ന പേരാണത്. പേരിട്ടോ എന്നെ സമ്മതിക്കണോ, എല്ലാം കൊണ്ടും അച്ചട്ടാണത്. അനക്കിപ്പോ ഞാൻ എന്താ തരാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം ഹോട്ടലിലേക്ക് പോവാം. അല്ല, നമ്മൾ റബീനൊന്ന് കാണാം, ഓന്റെ ഉണ്ടാവും എല്ലാ വിവരവും. ഏതാണ് ഈ റബീൻ? ഈ കൊറേ നേരമല്ല റബീനെ പറ്റി പറയണേ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഏതായാലും ഒരാടെ ഉണ്ടാവില്ല, വൈകുന്നേരം നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പോവാ. ആ ദാസ, ആ കൃഷിപ്പണിയൊക്കെ ഉണ്ടല്ലേ? അതല്ലേ മെയിന്. അല്ല എങ്ങോട്ടാ പോണേ? ഞാന് കുറച്ച് മീൻ കിട്ടുമോ നോക്കട്ടെ. ഈ സമയത്തോ? ഇപ്പൊ മീൻ തീർന്നുണ്ടാവല്ലോ. ഹായ്, ഇവിടുന്ന് ആരാ മീൻ വാങ്ങണ്? ഞാൻ മാർക്കറ്റിലേക്കാണ്. അവിടെ ആവുമ്പോ അയക്കോറ ആവലിയൊക്കെ തിരഞ്ഞെടുക്കാലോ. ആ അത് ശരിയാ. അങ്ങനൊക്കെ ഇപ്പഴത്തെ മക്കളാ, നിങ്ങളാര് മാറിയ നന്നായി. ആലങ്ങൾ നഞ്ഞത്തൊരു ഇപ്പൊ കയറ്റിയനി. ഏതാണ് ദാസ ആ അലവലാതി? ദൈവം തമ്പുരാൻ ഓരോരുത്തർക്ക് ഓരോ പരീക്ഷണങ്ങൾ കൊടുക്കുന്നു കേട്ടില്ലേ? ഓ, എന്റെ മോനല്ലേ? ആ എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. അല്ല, ഓൻ എങ്ങനെ വിടാനാ പ്ലാന്? ഓനെ പറഞ്ഞു മനസ്സിലാക്കട്ടെ. ഒരു കാര്യമില്ല, പറയാൻ തുടങ്ങിയ ഞാൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ പറയേണ്ടി വരും. ഏതായാലും പരീക്ഷണതാ ഇതാ അതിലൂടെയാണ് പോയത്. അങ്ങക്ക് ഭാഗ്യണ്ട്. എന്തായാലും എന്റെ മാതിരി ഹോസ്പിറ്റലിൽ കിടക്കണ്ടെന്നില്ലല്ലോ. ഓഹോ, ന്യൂജനല്ലേ, ഒറ്റ ചാർജിൽ 100-200 മൈലേജ്. എല്ലടാ മരുന്നടി ഉണ്ടോ? അതേ ഉള്ളൂ. ഇപ്പോഴത്തെ മക്കളെ കാര്യമാണ്. നമ്മളെ മുടിപ്പിക്കാനായിട്ട് പഠിച്ചോൻ തരുന്ന 5 പൈസ കൊടുക്കില്ല. ആര് കൊടുക്കുന്നു? പോരയിലുണ്ടെങ്കിൽ ഓൻ തന്നെ എടുത്തോളൂ. ഞാൻ അപ്പൊ എന്റെ പേഴ്സും കുപ്പായൊക്കെ എന്റെ തറവാട്ട് കൊണ്ടുവെക്കല. അല്ലടോ, കൗൺസിലിംഗ് നോക്കിക്കൊടുക്കണം. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാൽ തന്നെ ക്ഷീണം മാറിയില്ലെന്ന്. ആഹാ, ആ കൗൺസിലിംഗ് കഴിഞ്ഞാൽ ഡോക്ടർക്ക് മൂത്രം നേരെ പോയത് 5 ദിവസം കഴിഞ്ഞിട്ടാ. ഈ പിശാജ് ആ ഡോക്ടർ അടിനാവിക്കിട്ട് താങ്ങി. അതോടെ അയാൾ ആ പരിപാടി തന്നെ നിർത്തിയെന്നാ കേട്ടത്. തെരുവ് പട്ടികളുടെ ലൈസൻസ് ആണ് ഇപ്പോഴത്തെ മക്കൾക്ക്. അത് ശരിയാ. ആയിട്ടിങ്ങ കാര്യം കടിക്കുക മാന്ത വടിയെടുത്ത് കാണാൻ എമ്പിള് പെടും. അതല്ലേ നിയമോ? അല്ലക്കാ അതൊക്കെ പോട്ടെ, ഇനി എന്നാ തിരിച്ച്? ഇരിക്കാനും മറിക്കാനും ഞാൻ അവലോടോ കൂടുതൽ തിരിച്ചാലേ ലഗേജ് കമ്പാർട്ട്മെന്റ് കടന്ന് പോരേണ്ടി വരും. മനസ്സിലായില്ല. പ്ലൈവുഡ് പെട്ടിയിലെ പാക്ക് ചെയ്ത് കയറ്റി വിടും. മനസ്സിലായോ? ആ അങ്ങനെ. ഞാൻ നിന്നെ കണ്ടു ആ, കണ്ടോ? നിങ്ങൾ പോലത്തെ ഉണ്ടാവുമ്പല്ലേ ഞമ്മളെ പോലത്തെ ഒരു തിരക്കുള്ള ഒരു മനുഷ്യനാണ് അയാൾ ഇവിടെ ഉണ്ടാവുകയായിരിക്കും. പെരീന് വാതിലും പൂട്ടി സാർ എങ്ങോട്ടാപ്പ പോയത്? നിങ്ങക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ തന്നെ നിക്കാവട്ടോ. ഹലോ, ആ ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാറ് സ്റ്റുഡിയോല. നല്ല മഴ അല്ലേ? ആ, മഴയുണ്ട്. ഇതാണ് നമ്മളെ ബോസ്. ആ